എന്താ ചൂട് പിടിച്ചൊരു ചർച്ച? അറിഞ്ഞില്ലേ, ഒരു സെക്ഷന്റെ പടയൊരുക്കം കഴിഞ്ഞു. കുഞ്ഞവര സാറിന്റെ അത്ലറ്റിക് ടീം റെഡി ഫോർ ദി ബാറ്റിൽ. നാളെ നമ്മുടേതാ. അതെ, മത്സരത്തിന് 3 മാസം മുമ്പുള്ള ഈ പടയൊരുക്കം ആദ്യ സംഭവം എന്നാ പറഞ്ഞു കേൾക്കുന്നേ. എന്തായാലും നാളെ മുതൽ ഭയങ്കര പ്രാക്ടീസാ. പ്രിൻസിപ്പൾ പറയുന്നത് ഇപ്രാവശ്യം നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാ. അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എന്റെ ചേട്ടൻ മത്സരിക്കുന്ന 400 മീറ്റേഴ്സിൽ ചേട്ടൻ ഫസ്റ്റ് ആയിരിക്കും. എന്ന് മാത്രമല്ല, ഒരു റെക്കോർഡും ചേട്ടൻ നേടും. ഒന്ന് മതിയാക്കടി, ഒരു ചേട്ടനും അനിയത്തി. അത് മാത്രമല്ല, മത്സരിക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും കൂടി ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായി അർജുൻ വ്യക്തിഗത ചാമ്പ്യനും ആകും. മറ്റേത് സഹോദര സ്നേഹമായിട്ട് കണക്കാക്കാം. അപ്പൊ ഇതോ? എനിക്കൊരു സംശയം, 400 മീറ്റേഴ്സിൽ നിന്റെ ചേട്ടൻ ജയിക്കുവോ അതോ അർജുൻ ജയിക്കുവോ? അതിന് അർജുൻ 400 മീറ്റേഴ്സിൽ മത്സരിക്കുന്നില്ലല്ലോ. ഉണ്ടല്ലോ. അർജുൻ ആദ്യം മത്സരിച്ചിരുന്നത് 100 മീറ്റേഴ്സിനും 200 മീറ്റേഴ്സിനും ഹൈജമ്പിനും പിന്നെ റിലേയിലും ആയിരുന്നു. പക്ഷെ ഇപ്പോ ഹൈജമ്പിൽ നിന്ന് മാറി ഇവളുടെ ചേട്ടന്റെ ഒപ്പം 400 മീറ്റേഴ്സിലാണ് മത്സരിക്കുന്നത്. അതെന്താ? പുതിയ പരിഷ്കാര. അപ്പൊ ഒരൈറ്റത്തിൽ രണ്ടുപേർക്ക് മത്സരിക്കാവോ? ഇന്നെന്താ പ്രാക്ടീസിന് ഇറങ്ങിയില്ലേ? ഒരു മൂഡില്ല. എന്തു പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. ഗൗരി അറിഞ്ഞാണല്ലോ തന്റെ ഏട്ടന്റെ കൂടെ ഞാൻ മത്സരിക്കുന്നത്. എന്തൊന്നും മിണ്ടാത്തെ? എന്ത് മിണ്ടാൻ? അർജുൻ സ്വന്തം ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്തതാണോ 400 മീറ്റേഴ്സ്? അല്ല, കുഞ്ഞോറ സാറ് പറഞ്ഞിട്ടാ. പക്ഷേ അപ്പോ എന്റെ ചേട്ടന്റെ കൂടെയാണ് മത്സരിക്കേണ്ടി വരാന്ന് അർജുൻ അറിയില്ലായിരുന്നു അല്ലേ? ഇല്ല. ഗൗരി എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഏട്ടന്റെ കൂടെ മത്സരിക്കുന്നോണ്ടാണോ? ഒന്നുമില്ല അർജുൻ. ഒന്നുമില്ല. ഇല്ലെന്നേ, ഈ അർജുന്റെ ഒരു കാര്യം. എല്ലാരും പോകുന്നു, ഞാനും പോട്ടെ. ഗുഡ് ബൈ. ഓക്കെ. പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നിൽക്കണമേ. അയ്യോ, ഇത് കുഞ്ഞവറ സാറല്ലേ? സ്റ്റോപ്പ്, സ്റ്റോപ്പ്. ഇതാരാ ചന്ദ്രനീന്ന്? നിന്റെ അമ്മൂമ്മയുടെ നായര്. ഹായ്, കുഞ്ഞവറ സാറ്. അല്ല, സാറെന്ത് ഈ വേഷത്തില്? ഇവിടെ ഓരോരുത്തന്മാര് ചന്തിക്കെറിഞ്ഞല്ലേ പ്രാക്ടീസ് നടത്തുന്നത്. പ്രാക്ടീസ് മുടക്കരുത്, പ്രാക്ടീസ് മുടക്കരുത്. ഞാൻ പറഞ്ഞ കാരണം എല്ലാവരും കൂടി എന്റെ അന്നം മുടക്കി. എത്ര ദിവസമായെന്നറിയോ ജലപാനം കഴിച്ചിട്ട്? അതെ, സാറിന്റെ പെട്ടിയോട്ടോയിൽ വേറെ ഏത് വണ്ടിയാണേലും ഇരുന്നല്ലേ വരാൻ പറ്റും. ഇതാകുമ്പോ കവച്ചെന്നെങ്കിൽ വരാമല്ലോ. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? സ്വപ്പം താഴേക്ക് മാറിയിരുന്നെങ്കിൽ 2 വേൾഡ് ട്രേഡ് സെന്റർ ഒരു പാമ്പം പാലവും തകർന്നേനെ. പക്ഷേ പെന്റഗണി ഇടിച്ച് എന്ന രക്ഷയായി. എന്നതായാലും നല്ല ആർക്ക്? എറിഞ്ഞു പിടിപ്പിച്ച തെണ്ടിക്ക്. എന്റെ ശരീരത്തിൽ ബാൻഡേജ് കെട്ടാത്ത ഒരേവരുടെ ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതവൻ കണ്ടുപിടിച്ചു. ഇതാരുടെ എവിടെ എറിഞ്ഞേറ്റം കൊണ്ടുപോവാടാ? എനിക്ക് പ്രിൻസിപ്പലിൽ നിന്ന് കാണണം. ലോങ് ലീവ് വിട്ടു വന്ന് നോക്കാൻ. എന്തിനാ സാർ? കുറച്ചു ദിവസം വീട്ടിൽ പോയി കവിഴ്ന്ന് കിടക്കാനടോ. മുട്ടി തൃശ്ശൂർ പൂര. എന്റെ വ്യാകുല മാതാവേ. എടാ ചക്രവർത്തി, രണ്ടും കൽപ്പിച്ച് എന്റെ ഇഷ്ടം ഗൗരിയോട് ഞാനങ്ങ് തുറന്നു പറഞ്ഞാലോ? അവൾക്ക് എന്നോട് താല്പര്യമില്ലാതെ വരൂ? അത് ഉറപ്പല്ലേ താല്പര്യമില്ല എന്നുള്ളത്. മച്ച എന്ത് പിണ്ണാക്ക് കാണിച്ചിട്ട് അവൾക്ക് താല്പര്യം ഉണ്ടാവാൻ? അല്ല, കാണിച്ചു മുഴുവൻ അർജുനാണെന്ന് പറയായിരുന്നു. ടിനു, എന്താ ടിനു അറിഞ്ഞോ? അർജുൻ വീണ്ടും ഹൈജമ്പിലേക്ക് മാറിയിരിക്കുക, നിന്റെ ഐറ്റത്തിലേക്ക്. ചേട്ടാ, ഈ അർജുനെ കൊണ്ട് പൊറുതി വിട്ടിയല്ലോ. അവനാദ്യം ഗൗരിയുടെ മുന്നിൽ ഹീറോയി, അത് കഴിഞ്ഞ് മച്ചാനടിച്ച് പഞ്ചറാക്കി. ഇപ്പൊ മച്ചാടെ ഐറ്റത്തിലേക്ക് വീണ്ടും വന്നിരിക്കും. മച്ചാടെ കാര്യം കട്ട പോകട്ടോ. എനിക്കതല്ല, അവിടെ നിന്ന് വീണ്ടും ഹൈജമ്പിലേക്ക് മാറിയത്. മച്ചാനെ തോൽപ്പിക്കാൻ മിണ്ടിപ്പോരുത്. വേറെന്തോ കാര്യമുണ്ട്. 400 മീറ്റർ രാഹുലിന്റെ ഐറ്റം അല്ലേ? ഓക്കെ, ക്യാരി ഓൺ. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി ഗൗരി? ഗൗരി, എന്താ പ്രശ്നം?
ഒരുപാട് ഇഷ്ടമുള്ള ചേട്ടന്. എന്തുമാത്രം? അതെനിക്കറിയില്ല. ചേട്ടനും അങ്ങനെ തന്നെ. സ്നേഹമല്ലാതെ മറ്റൊന്നും ചേട്ടൻ എനിക്ക് തന്നിട്ടില്ല. എന്റെ ഒരു ആഗ്രഹവും ഇതുവരെ സാധിച്ചു തരാതിരുന്നിട്ടുമില്ല. അത്രയ്ക്ക് ഇഷ്ട ചേട്ടൻ എന്നെ. ഐ ലവ് ഹിം സോ മച്ച്. നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് കേട്ടപ്പോ ഞാനെന്തോ പെട്ടെന്ന് വല്ലാതെ പതറിപ്പോയി. ഞങ്ങൾ തമ്മിൽ മത്സരിച്ച ചേട്ടൻ രണ്ടാമനായി പോന്ന് വിചാരിച്ചിട്ട്? എന്റെ ചേട്ടൻ രണ്ടാമനാവുന്നതില് എനിക്ക് വിഷമമുണ്ട്. എന്നാ പിന്നെ ഞാൻ രണ്ടാമനായി പോരെ? എന്തോ അതും എനിക്ക് വിഷമമുള്ള കാര്യായിപ്പോ. അതെന്താ അങ്ങനെ? എന്താ ഗൗരി, എന്താന്ന് പറയേ? കുന്തം. എന്തു പറ്റി മച്ചാ? ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ. എന്ത്? അവള് പറഞ്ഞിട്ടാവും മാറിയത്. അപ്പൊ അവര് തമ്മില്? അവളെ എനിക്ക് നഷ്ടപ്പെട്ടാലും അവന് കിട്ടിക്കൂടാ. അതിന് നമ്മൾ എന്ത് ചെയ്യും മച്ചാ? അവര് തമ്മിൽ അകലണം, ഇല്ലെങ്കിൽ അകറ്റണം. അതിനൊരാൾ വിചാരിച്ചാലേ കഴിയൂ. ആര്? രാഹുൽ. അതിന് അർജുനും രാഹുലും ശത്രുക്കളാവണം, ഇല്ലെങ്കിൽ ആക്കണം. അതെങ്ങനെ? ചക്രവർത്തി, ആട്ടും കുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ കഥ നീ കേട്ടിട്ടില്ലേ? വാ വാ വാ, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറ മച്ചാ. ഇവനെയൊക്കെ അയ്യോ, എന്ത് തിന്നു? നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ഓരോ കാര്യങ്ങളെ. എന്തു പറ്റി? നമ്മുടെ അർജുനും ഗൗരിയും ശത്രുക്കളായിരുന്നല്ലോ. ഇപ്പൊ അവര് തമ്മിൽ കൂട്ടായപ്പോ ചിലർക്കൊക്കെ ഒരു സംശയം, ലവ് ആണോന്ന്. എന്തു പറയാനാ, ഞാൻ ഓടിച്ചെല്ലാത്തിനെയും. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. അവളുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കും സംശയം തോന്നിപ്പോവും. ലാളിച്ച വളത്തിന്റെ കുഴപ്പം നിനക്കറിയോ? അവൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു കൊടുക്കാതെ ഞങ്ങൾക്ക് ഉറക്കം വരില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഇതേവരെ തെറ്റായതൊന്നും അവൾ ആഗ്രഹിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ഇനിയോട്ട് ചെയ്യുകയില്ല. അവളിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം തെറ്റിച്ചാലോ? ഉദ്ദേശം പോലെ അങ്ങോട്ട് ഏറ്റില്ലല്ലോ മച്ചാ. ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. എടാ, ഇത് ഫസ്റ്റ് ഇഞ്ചക്ഷൻ അല്ലേ, സ്ലോ പോയിസൺ. അപ്പൊ ഫലം സാവധാനത്തിലേ കണ്ടു തുടങ്ങും. നീ കണ്ടോ? ഇതാർക്കാ? അർജുന്. എന്താ ബർത്ത്ഡേ വലുതാണോ? പിന്നെ ചുമ്മാ. നീയും അർജുനായിട്ട് എന്താ ബന്ധം? സൗഹൃദം, സ്നേഹം, ഇഷ്ടം, പ്രേമം, അങ്ങനെ എന്തൊക്കെയോ. എനിക്കറിയില്ലടി. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. ഇപ്പൊ ഞാൻ എന്റെ ചേട്ടനെ സ്നേഹിക്കുന്ന അത്രയും തന്നെ അർജുനെ സ്നേഹിക്കുന്നു. നീ അർജുനോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ? പറയണം. പറയും. പക്ഷെ ഇപ്പൊ വേണ്ട. എല്ലാം കഴിഞ്ഞ് അർജുൻ ചാമ്പ്യനായി വരുന്നൊരു ദിവസം ഉണ്ടല്ലോ, അന്ന് പറയാം. ചാമ്പ്യനാകുന്നതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് മനസ്സിലാവില്ല. അത് നേടുന്നത് വരെ അർജുന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്കും പോയിക്കൂടാ. ആ വലിയ ലക്ഷ്യത്തിന് മുമ്പിൽ ഇതെല്ലാം എത്ര ചെറുതാണെന്ന് നിനക്കറിയില്ല. ഇതെന്റെ മനസ്സാണ്. അർജുനോടൊപ്പം നിന്ന് അർജുനെ വിജയത്തിലേക്ക് നയിക്കാൻ വെമ്പുന്ന എന്റെ മനസ്സ്. ആ പിന്നെ ജയിച്ചു കഴിയുമ്പോ ഇതിങ്ങ് തിരിച്ചു തന്നേക്കണം. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മനസ്സ് പോലും ഇല്ലാതെ ഞാൻ ഇവിടെ എല്ലാം അലഞ്ഞു തിരിയും. ഹലോ, വെറുതെ പറഞ്ഞതല്ല, അധികം തന്നേക്കണം. അർജുൻ ചാമ്പ്യനാകും അണിഞ്ഞിരുന്ന സ്പൈക്സ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനിക്കാലോ. ഗൗരി, താങ്ക്സ്. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടി എന്റെ കൂടെ ഉള്ളത് എനിക്കൊരു ബലമാണ്. എനിക്കും അങ്ങനെ നിന്ന. ബൈ. ബൈ. എടാ ചക്രവർത്തി, അവര് തമ്മിൽ ചേർന്നത് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതെന്താ? അതുകൊണ്ടല്ലേ അവൾക്ക് ആ സ്പൈക്സ് അവന് തന്നെ കൊടുക്കാൻ തോന്നിയത്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ചേട്ടന്റെ അനിയത്തിനെയും ബന്ധത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞേക്കണം. ഓക്കെ? അല്ല, പ്രാക്ടീസ് കഴിഞ്ഞു.
നീ എന്താ ഇതിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്? പുതിയതെവിടാ? പുതിയതോ? എനിക്കിതേ ഉള്ളടാ. പോടാ, തമാശ പറയല്ലേ. ഗൗരി നിനക്കായിട്ടൊരു കിടിലൻ സ്പൈക്സ് വാങ്ങുന്നത് ഞാൻ കണ്ടാണല്ലോ. എനിക്കായിട്ടോ? അവളുടെ വല്ല ഫ്രണ്ട്സിനും ആയിരിക്കും. ഞാൻ ചോദിച്ചപ്പോ നിനക്ക് വേണ്ടിയാണെന്നാണല്ലോ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ പുന്നാര ചേട്ടന് വേണ്ടി അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി ഗൗരി 5 പൈസ മുടക്കും. ഗൗരി വാങ്ങിയെങ്കിൽ അത് നിനക്കായിട്ട് മാത്രമായിരിക്കും. അത് ഞാൻ കുറപ്പാ. അല്ലടാ. പിന്നെ അല്ല, അല്ലെങ്കിൽ കാക്ക മലർന്നു പറക്കില്ലേ? ഇങ്ങനെ ഒരു പുന്നാര ചേട്ടനെ അനുസരിച്ച് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ചിലപ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാവും. ഏതായാലും ഞാൻ പറഞ്ഞാൽ ഗൗരിയോട് പറയണ്ട. നിന്റെ പ്രാക്ടീസ് നടക്കട്ടെ. വാടാ. ഗൗരി, അതെങ്കി താ. എന്ത് മോളെ ചുമക്കാളി ഇറക്കല്ലേ? താ. എന്ത്? നീ എന്ത് ചെയ്താലും ആ നിമിഷം ഞാൻ അറിയും. നീ വാങ്ങിയ സ്പൈസിങ് താ. ഓ അതാണോ? അത് ഞാൻ അജുവിന് വേണ്ടി വാങ്ങിയതാ. എന്ത് പറ്റി? ഞാൻ പോട്ടെ, പ്രാക്ടീസ് ചെയ്തു. നീ ഇതൊരു കുളിയൊന്നും കഴിഞ്ഞില്ലേ? ഷൂ അവിടെ ഞാനൊന്ന് കാണട്ടെ. ഏയ്, ഷൂ ഒന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏതെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി ആയിരിക്കുമെന്ന്. ആരാണപ്പാ ആ ഫ്രണ്ട്? അത് ഞാൻ ചോദിച്ചില്ല. ആരായാലും ഭാഗ്യമുള്ള ആളാ ആ ഫ്രണ്ട്. അല്ലെങ്കിൽ ഇത്രയും ഉഗ്ര സാധനം കിട്ടില്ലായിരുന്നല്ലോ. ഐ എം സോറി, ഞാൻ വെറുതെ നിന്നെ മോഹിപ്പിച്ചു. സോറിടാ. ഇറ്റ്സ് ഓക്കെ ടിനോ. ഞാനിപ്പോരാ. എന്തുവാടാ ഒരു സ്പ്രിങ് ആക്ഷൻ? ഞാൻ വെറുതെ. നീ വെറുതെയാണെന്ന് എനിക്കറിയാം. ഉള്ള ചോറൊക്കെ വാരിക്കയറ്റി ഉരുട്ടി മസിലാക്കി ദേഹത്ത് വെച്ച് ഇവിടെ കിടന്ന് ചാടാതെ പോയി ഗ്രൗണ്ടിൽ പോയി ചാടാ. ഓ മസിലേക്ക് ഒന്ന് പെരുകെട്ട് ഉള്ള മസില് വെട്ടി. എടാ ചക്രവർത്തി, നീ എന്നോട് ചോദിച്ചില്ലേ അർജുനെയും ഗൗരിയും നമ്മൾ എങ്ങനെ അകത്തുവന്ന്? അതിനുള്ള സമയമായടാ. എങ്ങനെ? മുറിയിൽ രാഹുൽ ഇരിപ്പുണ്ട്. മനസ്സ് മുഴുവൻ അർജുനോടുള്ള അസൂയയും ദേഷ്യവും പകയുമായിട്ട്. ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം. ഇപ്പൊ നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം കളിച്ച അവരെ ശത്രുക്കളാക്കുന്നതോടൊപ്പം പരസ്പരം മത്സരിപ്പിക്കുകയും ചെയ്യാം. അതായത് മച്ചാറ ഐറ്റത്തുനിന്ന് ഒഴിവാക്കിയെടുക്കാന്ന്. അതെങ്ങനെ? നീ അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് വന്നേ. വെറുതെ പിള്ളേർ ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. എന്ത്? നീ വന്നേ. ഒന്നുമില്ലെന്നേ. നീ വാ പോവാ. എന്താ എഴുതി വെച്ചിരിക്കുന്ന നോക്കട്ടെ. എടാ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. നിന്റെ ഐറ്റമായ 400 മീറ്ററിൽ നിന്ന് അർജുൻ പിൻവാങ്ങിയത് നീ ഗൗരിയെ കൊണ്ട് പറയിച്ചിട്ടാണോ? ഞാനോ? ഗൗരിയെ കൊണ്ടോ? അങ്ങനെയൊക്കെ അവിടെ എഴുതിയിരിക്കുന്നേ. നെവർ മൈൻഡ്. വാടാ പോവാ. വന്നേ. ചെല്ല്. സഹോദരനെ രക്ഷിക്കാൻ സഹോദരിയുടെ പരാക്രമം. രാഹുൽ, രാഹുൽ ഞാൻ പറഞ്ഞേക്ക്. രാഹുൽ ഞാൻ കേട്ടത് നേരാണോ? ഞാൻ കേട്ടത് നേരാണോന്ന്? എന്ത്? നീ പറഞ്ഞിട്ടാണ് അർജുൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത്? അത് ഏട്ടാ, ഐ വാണ്ട് ആൻ ആൻസർ. യെസ് ഓർ നോ? എന്റെ അനിയത്തിയായി പോയല്ലോ നീ. എല്ലാവരുടെ മുന്നിൽ എന്നെ ഒരു ഭീരുവാക്കിയില്ലേ? നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? രാഹുൽ, അത് പിന്നെ ഞാൻ സ്വയം. നൺ ഓഫ് യുവർ ബിസിനസ്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. നിനക്കെന്താ ഇവിടെ കാര്യം? അവനെന്ത് തെറ്റിയേട്ടാ നീ അവന്റെ മെക്കിട്ട് കയറുന്നത്? മതിയാസാനെ ആംഗളം ബംഗ്ലോയിലെ നാടകങ്ങളെയൊക്കെ ചുണയുണ്ടെങ്കിൽ അജയ് മത്സരിച്ചേക്ക്. അതെ, ഈ പരാക്രമമൊക്കെ മത്സരത്തിൽ കാണിക്കും. അത് തന്നെ ചെയ്യാൻ പോകുന്നത്. 400 മീറ്ററിൽ ഇവനെ ഞാൻ തോൽപ്പിച്ചിരിക്കും. എന്റെ പെങ്ങള് പറഞ്ഞ കാര്യമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ തെളിയിക്കും. തോറ്റാലോ? നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യും. മറിച്ചായാൽ
ഇവൻ ചെയ്യാം. ഗൗരി വിഷമിക്കണ്ട, അവന്റെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ശരിയാവും. വിൽ ബി ഓൾ റൈറ്റ്. മച്ചേ സമ്മതിച്ചു മച്ചാ. മച്ചാൻ പണി പറ്റിച്ച് കളഞ്ഞല്ലോ. ഇനി എന്താ പരിപാടി? അവര് മത്സരിക്കും, രാഹുൽ ജയിക്കും. രാഹുൽ പറയുന്ന അർജുൻ അനുസരിക്കും. അതായത് അർജുനോട് കോളേജ് വിട്ടു പോകാൻ രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് വേണം മച്ചാക്ക് ഗൗരിയെ സ്വൈര്യമായിട്ടൊന്ന് പ്രേമിക്കാൻ, അല്ലേ? പേടിക്കണ്ട, എല്ലാം ശരിയാവും. നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിനക്ക് സങ്കടം പറയാൻ. അവനോ ഒറ്റയ്ക്കിരുന്ന് എന്റെ കുഞ്ഞിപ്പോ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ആരായി അർജുൻ? എങ്ങാണ്ടും കിടന്നിരുന്ന അവന് വേണ്ടി നിങ്ങൾ എന്തിനാ വഴക്കിടുന്നത്? എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചവന്റെ കാലൊടിച്ചേനെ. കാലുണ്ടെങ്കിലേ ഓടത്തുള്ളൂ.